ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട, കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയോടുകൂടെ എപ്പോഴും കാണപ്പെടുന്നതായ 3 കാര്യങ്ങൾ അതായത് നമ്മുടെ ആശീർവാദത്തിൽ ഇന്നും നാം ഉപയോഗിക്കുന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. നമുക്ക് ചിന്തിക്കാം. പിതാവിൻ്റെ സ്നേഹം. പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറയും: നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ദൈവമക്കളെ, സ്നേഹം അത് പ്രത്യുപകാരം ആഗ്രഹിക്കാത്തതായ സ്നേഹമാണ്, നിർമ്മലമായ സ്നേഹമാണ്. ആ സ്നേഹം സ്വാഭാവികമായി മനുഷ്യർക്കില്ല. ആ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ആ സ്നേഹം ദൈവത്തിൻ്റേതാണ്. അതുതന്നെയാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ സ്വന്തം പുത്രനെ യാഗമായി അർപ്പിച്ചുകൊണ്ട്, നമുക്ക് പ്രായശ്ചിത്തമായി തന്നുകൊണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചവനായ ദൈവം. ഒരു വിശ്വാസി ദൈവത്തോളതായ സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. ദൈവം അവനിലും അവൻ ദൈവത്തിലും വസിക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവത്തിൽ അവൻ ജീവിക്കുന്നില്ലെങ്കിൽ ഈ മഹത്തരമായ സ്നേഹം നമ്മിൽ നിന്ന് വരികയില്ല. ലോകം ദൈവത്തെ കാണുകയില്ല, ദൈവത്തെ അറിയുകയില്ല. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. എന്താണ് അതിന് തെളിവ്? തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് പ്രായശ്ചിത്തമാകുവാൻ വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ വേണ്ടി അയച്ചതാണ് സാക്ഷാൽ പിതാവിൻ്റെ സ്നേഹം നാം തെളിയിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണാം: രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ദൈവമക്കളെ, നാം പാപത്തെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? ദൈവസ്നേഹത്തിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകുന്ന ഏക കാര്യം പാപമാണ്. ആ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വിശ്വാസി പാപത്തിന് മരിച്ചവനാണ്. വിശ്വാസി ക്രൂശ് വരയ്ക്കുന്നവനാണ്. വിശ്വാസി ക്രൂശ് ധരിക്കുന്നവനാണ്. വിശ്വാസി ക്രൂശിനെ ആദരിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പാപത്തിന് മരിച്ചവനാണ്. എന്തുകൊണ്ടാണ് അവൻ പാപത്തിന് മരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു, പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ പാപത്തിന് മരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തോളതായ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണം. പാപത്തിന് മരിച്ചവനാണോ ക്രിസ്ത്യാനി? ഇത് കേൾക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് ശാന്തമായി ചിന്തിക്കാം. ഞാൻ പാപത്തിന് മരിച്ചവനാണോ? ഏത് സാഹചര്യത്തിലും പാപം വരാതെ കൊണ്ടും ഞാൻ എന്നെ തന്നെ കാക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാറ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യരിൽ തൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചിരുന്നു. അത് വളരെ വ്യക്തമാണ്. നിലത്തിലെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെയാക്കി. അവൻ്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ അതേ സ്വരൂപവും അതേ സാദൃശ്യവും അതേ തേജസ്സുള്ളവനായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിലാക്കി തന്നു. ഈ ആത്മാവാണ് വാസ്തവത്തിൽ മനുഷ്യനെ നടത്തുന്നത്, നിയന്ത്രിക്കുന്നത്. മനുഷ്യനെ പാപം കൂടാതെ നടത്തുന്നതും ഈ ആത്മാവ് മാത്രമാണ്. അവനിൽ ആത്മാവുണ്ടോ, അവനിൽ ദൈവം വസിക്കുന്നുണ്ടോ എന്നുള്ളതിന് തെളിവ് അവൻ പാപം കൂടാതെ ജീവിക്കുന്നു എന്നുള്ള ഏക കാര്യമാണ്.
ശാന്തമായി നോക്കി ചിന്തിക്കാം. പ്രവൃത്തികളിൽ പാപം വരാത്ത അനേകരുണ്ട്. എന്നാൽ പ്രവൃത്തികൾ മാത്രമല്ല, അവൻ്റെ ചിന്തകളും വിചാരങ്ങളും നോട്ടവും അവൻ്റെ മനോഭാവവും എല്ലാം പാപമയമാകുന്നത് എപ്പോഴാണ്? വളരെ വ്യക്തമായി നാം അറിഞ്ഞുകൊള്ളുക. ദൈവത്തെ സ്നേഹിക്കുന്നവൻ പാപത്തെ വെറുക്കുന്നു. ഒരു വിശ്വാസിയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാകയാൽ അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. അവൻ പാപത്തെ വിട്ടൊഴിയുന്നു. അവൻ പാപത്തെ വെറുത്തുപേക്ഷിച്ചവനാണ്. അവൻ ദൈവത്തോട് വാക്ക് പറഞ്ഞവനാണ്. അവൻ്റെ ആത്മാവൻ്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. ആത്മാവാണ് അവനെ വഴി നടത്തുന്നത്. ഈ ശ്രേഷ്ഠമേറിയ അനുഭവം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരാണ്? റോമാലേഖനം 6:21 പറയും, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ആരാണ് മരിക്കുന്നത്? മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മരിക്കുന്നത് ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ഒരു പാപം, നിസ്സാരമായ ഒരു പാപം നാം ചെയ്യുമ്പോൾ ആത്മാവ് മരിച്ചു പോവുകയാണ്. വിലപ്പെട്ട ആത്മാവ് മരിച്ച് അവൻ മൃഗതുല്യനായി മാറുകയാണ്. ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. അവൻ്റെ വിശ്വാസി എന്ന പദവി പോവുകയാണ്. അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവനായി തീരുകയാണ്. അതുതന്നെയാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന മനുഷ്യൻ പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റി കുടിച്ചുകൊണ്ട് നടക്കുന്നതായ കാലം, പാപത്തോട് വേർപാടില്ലാതെ നടക്കുന്നതായ കാലം ആണോ പ്രിയപ്പെട്ടവരെ? നാം ജീവിക്കുന്നത് എങ്ങനെയാണ്? നാം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ്? നമുക്ക് പാപത്തോട് അറപ്പും വെറുപ്പും ഉണ്ടോ? നാം അത് ഉപദേശിച്ച് കൊടുക്കാറുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ടോ തെളിയിച്ചു കൊടുക്കാറുണ്ടോ? ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന്, ദൈവ സ്നേഹം എന്നിൽ വ്യാപരിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നാം വെളിപ്പെടുത്തി കൊടുക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-26 കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ ഈ ലോകത്തിലെ ലോകം മുഴുവനും കൂടെ നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നേടുന്നില്ലെങ്കിൽ അവൻ എന്ത് പ്രയോജനം? നമുക്ക് ആ വാക്യം വായിച്ച് കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-26 ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ജീവനെ, അത് ഇംഗ്ലീഷ് വേരോസ് വായിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അവിടെയുണ്ട്, അവൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, ഈ ലോകം മുഴുവൻ നേടിയ മനുഷ്യൻ തൻ്റെ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അവൻ്റെ ആത്മാവിനെ വീണ്ടുകൊള്ളുവാൻ അവൻ എന്ത് മറുവില കൊടുക്കും? ആത്മാവില്ലാത്തൊരു മനുഷ്യൻ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ, അവൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ അവൻ എന്ത് മറുവിലയായി കൊടുക്കും? അവനൊന്നും കൊടുക്കാൻ സാധ്യമല്ല. മനുഷ്യൻ നിസ്സഹായനാണ്. ദൈവത്തോടുകൂടി അല്ലാത്ത മനുഷ്യൻ നിസ്സഹായനാണ്. അവനൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. അതിനാണ് ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ തൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിലുള്ള സകലത്തെയും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. എന്നാൽ ദൈവം മനുഷ്യനെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവത്തിൻ്റെ വകയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കേണ്ടവനാണ്. മനുഷ്യൻ ദൈവത്തെ പ്രസാരിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനാണ്. എന്നാൽ അവൻ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വിനാശകരമായ അപകടകരമായ അവസ്ഥ ഒരു നിസ്സാര പാപത്തിനുണ്ട്. ആ പാപത്തെ സയനൈഡായിട്ട് നാം കാണേണ്ടതാണ്. അങ്ങനെ നാം കാണുന്നുണ്ടോ? നാം പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നുണ്ടോ? പാപം ചെയ്ത മനുഷ്യൻ്റെ മരിച്ചുപോയ ആത്മാവിന് മറുപടി കൊടുക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന യാതൊരു ഒരു മനുഷ്യനും സാധ്യമല്ല. ഇതറിയാവുന്ന ദൈവം പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പാപമില്ലാത്ത തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇതാണ് പിതാവിൻ്റെ സ്നേഹം. ഈ സ്നേഹത്തെ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. എന്നെ വീണ്ടെടുക്കുവാൻ, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതായ സ്വർഗത്തിൽ എന്നെ എത്തിക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ലാതെ വരുമ്പോൾ, ലോകത്തിലെ ഒരു മനുഷ്യർക്കും സാധ്യമല്ലാതെ വരുമ്പോൾ, അതിനുള്ള ഏക പരിഹാരം തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം മറുവിലയായി കൊടുത്തു, ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, പഴയ നിയമകാലത്ത് പാപം ചെയ്യുന്ന മനുഷ്യന് പാപമോചനത്തിനായി ന്യായപ്രമാണത്തിന് വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. മോശെ ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ യാഗം കഴിക്കണം. പാപത്തിൻ്റെ ആ വലിപ്പച്ചെറുപ്പമനുസരിച്ച് ഓരോ മൃഗത്തെ യാഗം കഴിക്കണം. പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവാലയത്തിലേക്ക് യാഗമൃഗവുമായി വന്നാൽ പാപം ചെയ്ത മനുഷ്യന് പകരം യാഗമൃഗം മരിക്കുന്നു.
തൻ്റെ പാവമായ യാഗമൃഗത്തിൻ്റെ മേലാക്കിയിട്ട് ആ യാഗമൃഗത്തെ അറക്കുന്നു. അതിൻ്റെ രക്തം പുരോഹിതൻ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ കൊല്ലപ്പെടുന്നത് യാഗമൃഗമാണ്, കരയുന്നത് യാഗമൃഗമാണ്, പിടയ്ക്കുന്നത് യാഗമൃഗമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന ആ നിർമ്മലമായ സത്യം അന്നത്തെ ഇസ്രായേൽ ജനം ഗ്രഹിച്ചില്ല. അവർ വിചാരിച്ചു യാഗമൃഗത്തെ കൊണ്ടുചെന്നു, യാഗം കഴിച്ചു, പാപമോചനമായി. എന്നാൽ പാപത്തിന് മേൽ ജയം കെട്ടാതെ വലഞ്ഞ ഇസ്രായേൽ ജനം അവന് യാഗം കഴിക്കുന്നു, പിന്നെയും പാപം ചെയ്യുന്നു, പിന്നെയും യാഗം കഴിക്കുന്നു, പിന്നെയും പാപം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്നാൽ പരാജയപ്പെട്ടവനായ ഇസ്രായേൽ ജനം അവർ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ജനം കർമ്മ പരിപാടികളിൽ മുഴുകി. അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയില്ല, അവൻ ദൈവത്തിൽ ആശ്രയിച്ചില്ല. ഇന്നും അത് തന്നെയല്ലേ നടക്കുന്നത്? നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിക്കുമോ? പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എന്നും പ്രവൃത്തികളിൽ ആശ്രയിച്ച് മനുഷ്യൻ നിൽക്കുകയല്ലേ? അവൻ്റെ പാപത്തിന് പരിഹാരമായി എന്തെല്ലാം മനുഷ്യൻ ചെയ്തു കൂട്ടുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം, വേദന തോന്നുകയാണ്. ഇതൊന്നും പാപത്തിന് പരിഹാരമല്ലല്ലോ. പാപത്തിൻ്റെ പരിഹാരം കർത്താവായ യേശു ക്രിസ്തു എന്ന ഊനമില്ലാത്ത കുഞ്ഞാട് ഒരുവൻ മാത്രമേ ഉള്ളൂ. പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. റോമർ 3:10, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവം കാണുന്ന കാഴ്ചയാണ്. റോമർ 3:12, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. റോമർ 3:23, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ആ പാപത്തിൻ്റെ പരിഹാരം എങ്ങനെ നിർവഹിക്കും? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ആര് നിർവഹിക്കും? എങ്ങനെ നിർവഹിക്കും? വേറെ യാതൊരു പരിഹാരവും മാർഗവുമില്ല. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് ക്രൂശിലേക്ക് നോക്കാം. ക്രൂശിൽ പിടയുന്ന, ക്രൂശിൽ നിന്നെ ആശയോടെ നോക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്കിപ്പോഴൊരു തീരുമാനം പറയാമോ? പിതാവായ ദൈവമേ, നിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു. എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, എനിക്ക് ജീവൻ തരുവാൻ തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ജീവൻ കാൽവരി ക്രൂശിൽ അർപ്പിച്ചവനായ പിതാവായ ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നെ തന്നെ ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. അതാണ് കാഴ്ചയും നേർച്ചയും, അതാണ് വാസ്തവത്തിൽ യാഗം. ഒരു ക്രിസ്ത്യാനി യാഗം അർപ്പിച്ചവനാണ്. അവൻ ജീവനുള്ള യാഗമായി യാഗപീഠത്തിൽ നിന്നും കിടക്കുന്നവനാണ്. അവൻ ക്രൂശ് ധരിച്ചവനാണ്, അവൻ ക്രൂശ് വഹിക്കുന്നവനാണ്, അവൻ പാപത്തിന് മരിച്ചവനാണ്. ഈ ബോധ്യം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടി കിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമല്ല? തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? തൻ്റെ ആത്മാവിനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? അവൻ ഒരു മറുവിലയും കൊടുക്കുവാനില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് എന്തെല്ലാമാണ്? ഈ സ്നേഹത്തിൻ്റെ പ്രക്രിയയാണോ ഇന്ന് സമൂഹത്തിൽ കാണുന്നത്? ഇന്ന് പരസ്പരം തല്ലിക്കേറുകയല്ലേ? ഇന്ന് വ്യവഹാരവും മത്സരവും, ഇന്ന് അക്രമങ്ങളും അരങ്ങേറുകയല്ലേ? ഇതാണോ ദൈവജനത്തിൻ്റെ സ്വഭാവം? നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീരെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ഈ സ്നേഹം എന്നിൽ നിന്ന് വരുന്നില്ലെങ്കിൽ, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ദൈവമില്ല. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമാണ്. വചനം അങ്ങനെ പറയുന്നു. നാം പലതും ഭാവിക്കുന്നുണ്ട്, ആത്മീയനാണെന്ന് ഭാവിക്കുന്നുണ്ട്, ആത്മീയൻ്റെ വേഷം ധരിക്കുന്നുണ്ട്, നാം സാക്ഷ്യം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പലയിടത്തും നല്ല ആത്മീയനായി വിളങ്ങുന്നുണ്ട്. പക്ഷേ സ്നേഹം വ്യാപരിക്കുന്നുണ്ടോ? എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രത്യുപകാരം ആഗ്രഹിക്കാത്ത സ്നേഹം, നിർമ്മലമായ സ്നേഹം, ദൈവിക സ്നേഹം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടോ? അത് അന്യോന്യം സ്നേഹിക്കുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്തോത്രം. ആർക്കങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നുവോ അവനാണ് നിത്യജീവൻ പ്രാപിച്ചവൻ, അവനാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. അതിന് തെളിവെന്താണ്? സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ടവരെ, അനേകർക്ക് ദൈവത്തെ കുറിച്ചറിയാം, പക്ഷെ ദൈവത്തെ അറിഞ്ഞുകൂടാ. അനേകർക്ക് ദൈവ സ്നേഹത്തെക്കുറിച്ച് പറയാനറിയാം,
പക്ഷേ ദൈവസ്നേഹം അനേകർ അനുഭവിക്കുന്നില്ല. അത് അനുഭവിക്കണമെങ്കിൽ ആ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ വസിക്കണം. അത് അനേകർക്കും സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യം. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. തിരുവത്താഴരാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരയിൽ തോർത്ത് ചുറ്റിക്കൊണ്ട് മുട്ടുകുത്തിയിരുന്ന് അപ്പോസ്തലന്മാരുടെ കാലുകളെ ഓരോരുത്തരുടേതായി കഴുകി. എല്ലാവരുടെയും കാലുകൾ കഴുകി. ദൈവത്തിന് സ്തോത്രം. 12 പേരുടെയും കാലുകൾ കഴുകി. അതിന് ശേഷം കർത്താവ് എഴുന്നേറ്റ് വസ്ത്രം ധരിച്ച് അവരുടെ കൂടെ ഇരുന്നിട്ട് കർത്താവരോട് പറഞ്ഞു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല കഴുകിയെങ്കിൽ നിങ്ങൾ അപ്രകാരം തന്നെ ചെയ്യേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഇന്ന് ഈ സ്നേഹം എവിടെയെല്ലാം വ്യാപരിക്കുന്നുണ്ട്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയെങ്കിൽ അത് വെറുതെ പറഞ്ഞതല്ലല്ലോ പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തതാണല്ലോ. നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാറുണ്ടോ, അനുവർത്തിക്കാറുണ്ടോ? ദൈവം അത് കാണാറുണ്ടോ? നിങ്ങൾ ശാന്തമായി ചിന്തിക്കുന്നത് നല്ലതാണ്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകി. തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന യൂദായുടെ കാലുകളെയും കഴുകി. അവിടെ സ്നേഹം മാത്രമാണ് വ്യാപരിക്കുന്നത്. ദൈവമുള്ളവരിൽ സ്നേഹം മാത്രമേ വ്യാപരിക്കൂ. അവന് മാത്രമേ ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയൂ. കർത്താവായ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ആർക്ക് കഴിയും പ്രിയപ്പെട്ടവർ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനിക്കുന്ന ദൈവവേദിൽ, വിശ്വാസിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദൈവവേദിൽ നിൻ്റെ ശത്രുവിനെ സ്നേഹിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? മുട്ടുമേളിരുന്ന് അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അതില്ലെങ്കിൽ നീ വിശ്വാസിയല്ല. നിൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം വ്യാപരിക്കുന്നില്ല. ദൈവം നിൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്ന സത്യം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവത്തിന് സ്തോത്രം. പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് ദൈവത്തെയോ നമ്മൾ ഈ ജനസമൂഹത്തെയോ ഈ ലോകത്തിലെ മനുഷ്യരെയോ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ദൈവത്തിൽ നിന്നുള്ളവരല്ല. ദൈവം നമ്മുടെ ഹൃദയത്തിലില്ല. ദൈവം സ്നേഹം തന്നെ. വളരെ വ്യക്തമായി നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നടത്തുന്നതാരാണ്? നയിക്കുന്നതാരാണ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യത്തിൽ പഴയ നിയമകാലത്ത് തന്നെ ഇസ്രായേൽ ജനത്തോടെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സാക്ഷാൽ വിശ്വാസികളായി നിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ, ഇതാ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ മകനെ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീരെന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് കേൾക്കും. നിന്നോട് കൂടെ നടക്കുന്ന കാര്യസ്ഥൻ, നിന്നോട് നടക്കുന്ന ആശ്വാസപ്രദൻ, അവനാണ് നിന്നെ വഴി നടത്തേണ്ടത്. അവൻ പാപം കൂടാതെ നിന്നെ വഴി നടത്തുന്നവനാണ്. ആ അനുഭവം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? ഇത് പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തുമെല്ലാം ഒരുപോലെ ദൈവത്തിൻ്റെ വാക്തത്വമാണ്. അങ്ങനെ അനുഭവിക്കുന്നില്ല എങ്കിൽ ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഞാൻ ദൈവത്തോടുകൂടെയല്ല, ദൈവസ്നേഹം എന്നിൽ വ്യാപരിക്കുന്നില്ല. തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു. മദ്യപ്രിയനും തല്ലുകാരനും അരുത്, ശാന്തനും കലഹിക്കാത്തവനും ദുര്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ആരാണ് ഉപദേശിക്കേണ്ടത്? ആരാണ് സഭയെ നടത്തേണ്ടത്? ആരാണ് സഭാമക്കളെ ഭരിക്കേണ്ടത്? വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യനായ തീമോഥെയോസിന് ദൈവത്തിൻ്റെ സ്തോത്രം കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട്. അവൻ മദ്യപനോ തല്ലുകാരനോ അരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. ആണോ പ്രിയപ്പെട്ടവർ? ഞാനും നിങ്ങളും കുടുംബമായി ജീവിക്കുന്നവരാണ്. നമുക്ക് മക്കളുണ്ട്, നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് കൊച്ചുമക്കളുണ്ട്. നാം അവരെ വിശ്വസ്തരായി വളർത്തുന്നുണ്ടോ? പൂർണ്ണ ഗൗരവത്തോടെ നാം അവരെ പരിപാലിക്കുന്നുണ്ടോ? സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? സ്വന്തം കുടുംബത്തിൽ അത് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നാം സഭയെ ഉപദേശിക്കും? എങ്ങനെ നാം മറ്റുള്ളവരെ ഉപദേശിക്കും? വളരെ ശാന്തമായി നമുക്ക് ഇപ്പോൾ ചിന്തിക്കാവുന്നതാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം.
1 യോഹന്നാൻ 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താണ് പ്രിയപ്പെട്ടവർ? അത് ഊഹാപോഹമല്ല. നമ്മൾ വായിച്ചു കേട്ടു, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്. മറക്കരുത്, തൻ്റെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന, പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത് എന്തിനാണ്? ദൈവത്തിന് സ്തോത്രം. നിനക്ക് ആരായമുണ്ടാക്കാനല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? നാം വായിച്ചു കേട്ടു, നാം അവനാൽ ജീവിക്കേണ്ടതിന്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നാം തിരിച്ചറിയുന്നു. നാം അവനാലാണോ ജീവിക്കുന്നത്? അവൻ നമ്മിലാണോ ജീവിക്കുന്നത്? ഞാൻ അവനിലാണോ ജീവിക്കുന്നത്? വളരെ വ്യക്തമായി നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാണോ ജീവിക്കുന്നത്? എന്തിനാണ് എനിക്ക് മനോഹരമായ ഒരു ഹൃദയം ദൈവം തന്നത്? പവർഫുള്ളായ ഒരു ഹൃദയം ദൈവം എനിക്ക് തന്നത് എന്തിനാണ്? ദൈവത്തിന് വസിക്കാനാണ്. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ ഏതെങ്കിലും വേല ചെയ്യാനല്ല, ഈ ഭൂമിയിൽ വീട് ഭരിക്കാനല്ല, ഈ ഭൂമിയിൽ വേല ചെയ്ത് പണം സമ്പാദിക്കാനല്ല. അതിനെന്തിനാണ് ഇത്രമാത്രം പവർഫുള്ളായ ഒരു ഹൃദയം? ആ ഹൃദയം ദൈവത്തിൽ വസിക്കാനുള്ളതാണ്. ആ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ കർത്താവിൻ്റെ തുറക്കപ്പെട്ട തിരുവിലാളുകളുടെ ഉള്ളിൽ ഞാൻ വസിക്കുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാണോ വസിക്കുന്നത്? ആ മനോഹരമായ അനുഭവം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലൂടെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പ്രിയപ്പെട്ടവർ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് അവൻ മനുഷ്യർക്ക് കൊടുത്തതായ വാഗ്ദത്തമാണ്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആർക്കെല്ലാം ഇപ്പോൾ പ്രാഗൽഭ്യത്തോടെ പറയാറുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. ഞാനും അവനുമായി ഒരു അഭിപ്രായത്തിലാണ്. ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസമില്ല, ഞങ്ങൾ പിണങ്ങാറില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെപ്പോഴും ഒരു ഹൃദയമുള്ളവരായിരിക്കുന്നു. ദൈവം എന്നിലും ഞാൻ ക്രിസ്തുവിലും വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മനോഹരമായ അനുഭവം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നുള്ളതിന് തെളിവ് എന്താണ്? നാം വായിച്ചു കേട്ടു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിന് നമ്മോട് സ്നേഹമുണ്ട് എന്നുള്ളൊരു തെളിവെന്താണ്? ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചു. ഞാൻ പാപിയായിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ നന്മ കണ്ടിട്ടല്ല, എൻ്റെ ഏതെങ്കിലും സൽപ്രവൃത്തികൾ കണ്ടിട്ടല്ല, ഞാൻ ഏതെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടല്ല. ഞാൻ ദൈവത്തെ അറിയാതിരുന്ന കാലത്ത്, ഞാൻ ആത്മാവിൽ മരിച്ചിരുന്നപ്പോൾ, ഞാനൊരു മൃഗീയനെ പോലെ ജീവിച്ചിരുന്നപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും ചെയ്തത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തെളിവാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിശ്വാസി, ഈ യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് സത്യമാണോ? അത് നീ അംഗീകരിക്കുന്നുണ്ടോ? അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭാഷയാണോ? അതിൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയാറുണ്ടോ? ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ, ദൈവത്തിന് സ്തോത്രം, ഞാൻ പാപത്തിൽ മുഴുകിയിരുന്നപ്പോൾ തന്നെ, ഞാൻ സാത്താൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് സ്നേഹത്തിൻ്റെ മകുടോദാഹരണമാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയാ ദീർഘമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനത്തെ സ്നേഹമാണ്? അത് നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയാ ദീർഘമാക്കിയിരിക്കുന്നു. അവനെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനെ കുത്തി മുറിവേൽപ്പിക്കുമ്പോഴും, ഞാൻ പാപത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു നിത്യമായ സ്നേഹമാണ്. പ്രിയപ്പെട്ടവർ, അനിത്യമായ സ്നേഹം നമുക്ക് അവന് തിരിച്ചു കൊടുക്കുവാനും കടപ്പെട്ടവരാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ കൃത്യവിലോപം, അതാണ് ഏറ്റവും വലിയ ദോഷം, പാപം. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ സ്നേഹിപ്പാനായി നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കർത്താവിനോടൊരു വാക്ക് പറയാം, കർത്താവ്, ഈ നിമിഷം മുതൽ പാപം കൂടാതെ ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ പാപങ്ങളെ കഴുകാൻ മതിയായി ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ ക്രൂശിൻ ചുവട്ടിലേക്ക് വരുന്നു. നിൻ്റെ ബദലായി വരുന്നു. നിനക്ക് വേണ്ടി ജീവിപ്പാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വരുന്നു. എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു. ജീവനുള്ള യാഗമായി ഞാൻ എന്നെ തന്നെ തരുന്നു. എൻ്റെ മേൽ കൃപ പകരണമേ, തിരുരക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓടുന്ന് അനുഗ്രഹിച്ചെഴുന്നേൽപ്പിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. മാനവ മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.